ഹിന്ദു വർഗീയ ശക്തികൾ ഒരു പ്രചാരവേദിയും നടത്താതെ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആയിരങ്ങളെ അണിനിരത്തി കലാപത്തിന് ശ്രമിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഇടപെട്ടതും കേരള പോലീസായിരുന്നു എന്നുള്ളതാണ് സത്യം. വാട്സപ്പ് ഹർത്താൽ തടഞ്ഞ് അതും ഇതിന്റെ ഭാഗമായിട്ടുള്ള ജാഗ്രത തന്നെയാണ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ ആർഎസ്എസും അതുപോലെ തന്നെ എസ്ഡിപിഐ അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂറുകൾ വെച്ച് കൊലപാതകം സംഘടിപ്പിച്ചു. ആർഎസ്സുകാരനെ കൊന്നാൽ അപ്പോൾ തന്നെ എസ്ഡിപിഐക്കാരനെ കൊല്ലുക, എസ്ഡിപിഐക്കാരനെ കൊല്ലുമ്പോൾ ആർഎസ്സുകാരനെ കൊല്ലുക. ഇതായിരുന്നു ആലപ്പുഴയിലും അതുപോലെ പാലക്കാടും കണ്ട കാഴ്ച. വളരെ ശക്തമത്തായ പാർട്ടി ഇടതുപക്ഷ സാന്നിധ്യവും ഇടപെടലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ജാഗ്രത പുലർത്തേണ്ടുന്ന പോലീസിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജാഗ്രതയും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് കത്തിപ്പാടുന്ന ഒരു വർഗീയ സംഘർഷത്തിലേക്ക് ഈ രണ്ട് ജില്ലയും പോകാതിരുന്നത് എന്നുള്ളത് സത്യം. അതുപോലെ തന്നെ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കള്ളക്കടത്ത് പ്രശ്നം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുന്ന നിലവരെ ഉണ്ടായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അപകടത്തിൽ 5 പേരാണ് മരണപ്പെട്ടത്. കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി സ്വർണവുമായി പുറത്തു വരാനുള്ള സൗകര്യം. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കുറ്റവാളി അവിടെ കൈകാര്യം ചെയ്യേണ്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനം കസ്റ്റംസ്. ആ കസ്റ്റംസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സ്വർണം പുറത്തേക്ക് വരുന്നില്ല. എങ്ങനെയാണ് സ്വർണം പുറത്തേക്ക് വരിക? സ്വർണം പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന് ആ സ്വർണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടാണ് നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നു. ആ ദൌത്യമാണ് പോലീസ് നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അൻവർ വലിയ രീതിയിലുള്ള കുരിശുയുദ്ധം സംഘടിപ്പിക്കുന്നത്. കള്ളക്കടത്തിന്റെ ഭാഗമായി, പൊട്ടിക്കൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള ചിലരെ ആളുകളെയാണ് സാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതെല്ലാമാണ് എങ്കിലും പോലീസിന്റെ ഭാഗമായി കേരളീയ സമൂഹത്തിൽ പൊതുവേ ഉള്ളതിന്റെ എല്ലാം അലയൊലി പോലീസ് സൈന്യത്തിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല വിഭാഗത്തിലും പോലീസിൽ സ്വാധീനമുണ്ട്. റിട്ടയർമെന്റിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവർ പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. എന്നാൽ ഒരു ഡിജിപി തന്നെ സംഘപരിവാറിന്റെ പാളയത്തിലെത്തപ്പെട്ടത് യുഡിഎഫിന്റെ കാലത്തായിരുന്നു എന്ന് ഓർക്കണം. എന്നിട്ടും സംഘപരിവാർ ബന്ധം യുഡിഎഫിന്റെ പോലീസിൽ ആരോപിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായില്ല. വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് എഡിജിപി അജിത് കുമാറിനോട് സ്വീകരിച്ച നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കുക എന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമായിരിക്കും. എന്നാൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും, ഏതുയർന്ന ഉദ്യോഗസ്ഥനായാലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവൺമെന്റും ചെയ്യേണ്ടുന്ന ഏറ്റവും ശരിയായ മാതൃക. ഈ മാതൃകയാണ് അതിശക്തിയായിട്ട് കേരള മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറ്റില്ല, ഇപ്പൊ തന്നെ നടപടി വേണമെന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത്. അതിന്റെ ഒപ്പമാണ് മാധ്യമങ്ങളും നിൽക്കുന്നത്.
പിന്നീട് RSS നേതാക്കളുമായി ADGP അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ടും സർക്കാർ അന്വേഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ഒരു മാസമാണ് അന്വേഷണത്തിന് സമയം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് അതിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് വരികയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വസ്തുതാപരമായിട്ട് ശരിയെന്ന് മനസ്സിലാക്കി ഫലപ്രദമായി ആർക്കെതിരായിട്ടാണോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് ശരിയായാൽ കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിന് ഗവൺമെന്റ് മുഖം നോക്കേണ്ട കാര്യമില്ല. ആരായാലും ആ നിലപാട് സ്വീകരിച്ച് പോകണം എന്ന് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ വർഷം പൂരം നടത്താൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോ തൃശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശൂരിൽ RSSന്റെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ്. അപ്പോൾ RSSന്റെ രാഷ്ട്രീയ താൽപര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കണ്ടത്. അത് ഇന്നലെ മുഖ്യമന്ത്രി 3 തരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ 3 തരത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ആ അന്വേഷണത്തെ സംബന്ധിച്ച് അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുണ്ട്, ADGPയുമായിട്ട് ബന്ധപ്പെട്ട് DGP കൊടുത്ത കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആവശ്യമായ നിലപാട് അതിന്റെ തുടർച്ചയായിട്ട് വരികയും ചെയ്യും. ദ ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു PR ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരവേല നടത്തി അതിന്റെ ഭാഗമായിട്ട് ആരാണ് PRനെ നിശ്ചയിച്ചത്, അവർക്ക് എത്രയാണ് ശമ്പളം, എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള 10 ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഒരു PR സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല. അതോടുകൂടി 10 ചോദ്യത്തിന്റെയും ഉത്തരയി ഒറ്റ ഉത്തരവേ ഉള്ളൂ. അങ്ങനെ ഒരു PR സംവിധാനം ഉണ്ടായിരുന്നില്ല. ഈ കാര്യം അസന്നിഗ്ധമായി സഖാവ് പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സഖാവ് പിണറായി കൃത്യമായിട്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാറിന്. ഞങ്ങളെല്ലാം ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലുള്ളവരായിരുന്നു. മാത്രമല്ല, അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ്. നല്ല സൗഹൃദമുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുള്ള ഞങ്ങളെല്ലാമായിട്ട് സൗഹൃദമുണ്ട്. അപ്പോഴാണ് ദ ഹിന്ദുവായിട്ട് ഒരു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അഭിമുഖം നടത്തുകയും എന്നാൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി അവസാനിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത മാധ്യമ ശൃംഖല അതിശക്തിയായിട്ട് അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചാരണം നടത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഉത്തരം കിട്ടിയാലും മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ? ചിരിക്കുന്നില്ല. എന്തൊരു മനുഷ്യനാണ്, ചിരിയില്ല. ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ? എന്തൊരു ചിരിയായി ഇത് ചിരിയാണോ എന്നാണ്. എന്നിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനവും പരിഹാസവും.